was like full current. Entire room was like. എപ്പോഴെങ്കിലൊക്കെ കണ്ടിരിക്കേണ്ട ഒരു ഷോ ആണ്. ഭയങ്കര ബ്ലെസ്ഡ് ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. Every moment so amazing until the oh my god, so incredible that the power he has. Thank you. Thanks for all the love and support. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ജസ്നാപ്സ്. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഡെൻമാർക്കിൽ സമയം ഈവനിങ് 4 മണിയായി. ഞാൻ റെഡി ആയിട്ട് എയർപോർട്ടിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് എന്താ എയർപോർട്ടിലോട്ട് പോകുന്നതെന്ന് വിചാരിച്ചാൽ, നാളെ നവംബർ 13 നമ്മൾ ഡെൻമാർക്കിലെ കോപ്പൻഹേഗനിൽ വെച്ചിട്ട് മെന്റലിസ്റ്റ് ആദിയുടെ ഇൻസോമിനിയ എന്ന് പറയുന്ന പ്രോഗ്രാം നടക്കുന്നുണ്ട്. MIDയുടെ, അതായത് ഡെൻമാർക്കിലെ മലയാളി അസോസിയേഷനായ മലയാളീസ് ഇൻ ഡെൻമാർക്കിന്റെ നേതൃത്വത്തിലാണ് ഈ പരിപാടി നടക്കുന്നത്. ഗൈസ്, അങ്ങനെ എയർപോർട്ടിലെത്തി. ആദ്യം എത്തുമ്പോൾ വെൽക്കം ചെയ്യാൻ വേണ്ടിയിട്ട് എയർപോർട്ടിലോട്ട് വന്നതാണ് ഞാൻ മാത്രമല്ല, നമ്മുടെ ഒപ്പം MIDയുടെ എല്ലാമായ ബിനോയ് ചേട്ടനും ഉണ്ട്, അതേപോലെ തന്നെ ശ്രീറാം ബ്രോയും ഉണ്ട്. അവർ രണ്ടുപേരും എയർപോർട്ടിലോട്ട് എത്തുന്നേ ഉള്ളൂ. അതേ ചുറ്റും നോക്കുമ്പോൾ നല്ല രസം. ക്രിസ്മസ് ഒക്കെ ആയിട്ട് ഇവിടെ മൊത്തം ഡെക്കറേറ്റ് ചെയ്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നേരെ അറൈവിംഗ് ഏരിയയിലോട്ട് പോകാം. അവരും അങ്ങോട്ട് വരും. എന്നിട്ട് നേരെ ആദ്യനെ വെൽക്കം ചെയ്യാൻ പോവാം. നമ്മൾ വെൽക്കം ചെയ്യാൻ നിൽക്കുകയാണ്. അത് എനിക്കായിരിക്കില്ലേ? ഹലോ ജസ്റ്റിൻ. ഓക്കെ യെസ്. ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഒരു പരിപാടിക്ക് പോവാണ് കേട്ടോ. പുതിയ ഹെയർ സ്റ്റൈലൊക്കെ ആയിട്ട് വന്നേക്കാണ് ശില്പാച്ചി. അപ്പോൾ നമ്മൾ വീഡിയോയിൽ നമ്മൾ തൊട്ടുമ്പോൾ കണ്ട പോലെ നമ്മൾ ഇൻസോംനിയ ബൈ മെന്റലിസ്റ്റ് ആദി, പുള്ളിയുടെ യൂറോപ്യൻ ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഡെൻമാർക്കിൽ വെച്ച് നടത്തുന്ന പരിപാടി മെന്റലിസ്റ്റ് പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പോയി, ഇന്നലെ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. പുള്ളി എയർപോർട്ടിലെത്തിയപ്പോൾ പോയിട്ട് വെൽക്കം ചെയ്യാനൊക്കെ ആയിട്ട് പോയി കൂട്ടിയിട്ട് വന്ന് ഇന്നലെ അവിടെ ആക്കി. ഞാൻ മാത്രമല്ല, നമ്മൾ ഈ പരിപാടിയുടെ കോർഡിനേറ്റേഴ്സായി 1-2 പേരും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനും പോയി. അപ്പോൾ ഇന്ന് ഈവനിങ് 5 to 7 ആണ് ഇവിടുത്തെ പ്രോഗ്രാം. അപ്പോൾ ഞങ്ങളതിന് 4:15 ആയി. ഒരു 10 മിനിറ്റ് വാക്കും കൂടി ഉണ്ട്. നമ്മൾ ട്രെയിൻ ഇറങ്ങി അങ്ങോട്ടേക്ക് നടത്തുന്നു. ഓക്കെ, അപ്പോൾ ചെന്നിട്ട് പ്രോഗ്രാമൊക്കെ കണ്ട് പറയാം. നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാമിൽ, ആദ്യമായിട്ടാണ് പോകുന്നത്. വീഡിയോ അപ്പോൾ പറഞ്ഞ പോലെ നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് ഒരു മെന്റലിസ്റ്റ് പ്രോഗ്രാമിന്. അപ്പോൾ നമ്മൾ 1-2 വീഡിയോസൊക്കെ ഇങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പം ശില്പയുടെ മനസ്സ് വായിക്കുമെന്ന് നോക്കാന്നുള്ളതാണ് ശില്പ പറയുന്നത്. ശില്പ ഒരു പേര് കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് മനസ്സിൽ പറയാനായിട്ട്. എന്താണ്? അതെ, ഏതോ തമിഴ് സിനിമയിലെ ഒരു ക്യാരക്ടറിന്റെ നെയിമാണ്. അപ്പോൾ ആ പേര് പറഞ്ഞിട്ട് അത് കണ്ടുപിടിക്കുമെന്ന് നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. പുള്ളി ശില്പനെ വിളിക്കോ, ഈ പേര് മനസ്സിൽ ഓർക്കോ എന്നൊക്കെ കണ്ടറിയാം. അപ്പോൾ സോ ലെറ്റ്സ് പോയിട്ട് നമുക്ക് പരിപാടി കണ്ടിട്ട് ബാക്കി കാണാം. Thank you very much, Sri. Such a lovely couple. Thank you so much, my dear beloved. Thank you, Sri. This is the, I told you, didn't I? Together, go together. Eye contact, smile. 1, 2, 3. Thank you so much, people. That's all you have to give. Thank you, Sri. Thank you so much, guys. Thank you very much. Thank you very much. Thank you. Like, please. I want to see the faces. Are you all happy? Yes. I am here and so blessed. You are such a blessed man. And happy to be here. Thank you. Adi, fantastic. To say 2 words, unbelievable and mind-busting. So my daughter was the one who came with the cube, and it was the fact that she never had that using. So we were so thrilled. And the other one was my friend from Tamil. So amazing, fantastic. Hope the language barrier was
No, not at all. No language barrier, and I have really no words to describe what to say. It's amazing, unbelievable. Sriram, I'm sorry. I don't know. I mean, I had like it was just like I was sitting on a chair full of Really? It was like full current. Entire room was like. That's why I just It was a fantastic, amazing, mind-blowing show. It's totally unbelievable. I've seen stand-up comedy, magic shows, but those are all different trick, right? But this is something reading mind. Especially, we were so lucky and got goosebump moments. My daughter was part of something which I cannot tell you. And then what she did, what Adi made her to do something that is unbelievable. So അടിപൊളിയായിരുന്നു എന്താ പറയണ്ടെന്ന് അറിയില്ല മൈൻഡ് ബ്ലോൺ Yeah, it was. I told something that the 35 years effort into us. That's the way he presented was amazing. I think he got the whole audience up from the moment he joined. He came in. ശരിക്കും നിങ്ങളുടെ സിറ്റിയിലെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ മിസ് ചെയ്യരുത് ഇറ്റ്സ് റിയലി വർത്ത് ഇറ്റ് യു ഹാവ് ടു കം ആൻഡ് എക്സ്പീരിയൻസ് ആദീസ് മെന്റൽ ഷോ நேம் இஸ் கலை இன்னைக்கு நாங்கள் ஆதியோட மென்டல் ஷோ பார்த்தோம் திஸ் த ஃபர்ஸ்ட் டைம் நான் இந்த கான்செப்டில் ஒரு ஷோ பார்க்குறேன் ஸோ இன்னைக்கு வந்தப்போ ஐ ஹேட் லைக் ஜீரோ எக்ஸ்பெக்டேஷன்ஸ் பட் ஐம் லைக் ஓகே ஐ வாஸ் லைக் டோட்லி blessed to witness this show and he connected well with the audiences and felt like even though there's like an Indian guy and we are all Indian sitting and the atmosphere was like we felt so personally connected as well and every moment so amazing under the oh my god so incredible that the power he has അത് എനിക്ക് ശരിക്കും ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല ശരിക്കും വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഞാനത് വളരെ അധികം എൻജോയ് ചെയ്യുകയും ചെയ്തു എനിക്കൊരു അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് സൂപ്പർ എക്സൈറ്റിംഗ് നെക്സ്റ്റ് ടൈം ഇങ്ങനൊരു പ്രോഗ്രാം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യയുടെ പ്രോഗ്രാം ഉണ്ടെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി വിസിറ്റ് വാച്ച് ഇറ്റ് ഇറ്റ്സ് എൻ എക്സൈറ്റിംഗ് എക്സ്പീരിയൻസ് ഈവൻ ഐ കുഡൻറ്റ് എക്സ്പീരിയൻസ് ഇറ്റ് മൈസെൽഫ് ബട്ട് ഐ ക്യാൻ സീ ദ എക്സ്പീരിയൻസ് ഫ്രം ദ പീപ്പിൾ ഹു ആർ ദേർ ഫാന്റാസ്റ്റിക് ഷോ ബൈ മെന്റലിസ്റ്റ് ആദി ഒരുപാട് എൻജോയ് ചെയ്തു നല്ല അമേസിംഗ് അടിപൊളി ഷോ ആണ് വന്നില്ലായിരുന്നെങ്കിൽ ഡെഫിനറ്റ്ലി മിസ്സായാൻ ഹലോ അപ്പോൾ നമ്മുടെ കൂടെ ഒരു ഗസ്റ്റ് കൂടി ഉണ്ട് നമ്മുടെ ആരാന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ദ മെന്റലിസ്റ്റ് ആദി ഇൻസോമിനിയ ബൈ മെന്റലിസ്റ്റ് ആദി അപ്പോൾ അങ്ങനെ അവസാനം നമ്മൾ ഡെൻമാർക്കിൽ നമ്മുടെ കോപ്പൻഹേഗനിൽ നമ്മൾ ഇൻസോമിനിയ പരിപാടി കണ്ടക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കൂടെയുള്ള എക്സ്പീരിയൻസ് എങ്ങനെയാണെന്ന് ചോദിക്കുകയാണ് സോ എങ്ങനെയുണ്ട് നമ്മുടെ മലയാളീസ് ഇൻ ഡെൻമാർക്ക് അസോസിയേഷൻ പൊതുവെ ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ നല്ലത് തന്നെ പറയുന്നുണ്ട് പക്ഷെ ഇത് അങ്ങനെയല്ല നമ്മളിവിടെ കുറച്ച് മലയാളീസ് ഉള്ളൂ അപ്പോൾ അത് വെച്ചിട്ടുള്ള ഫസ്റ്റ് ചാലഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമായിരിക്കും നമ്മൾ അറിയില്ല എന്നുള്ളതാണ് ഒരു ഫാൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു റീജിയണിൽ ഷോ ചെയ്യുന്ന പോലെയല്ല നമുക്ക് അവരെ കൺവിൻസ് ചെയ്ത് തുടങ്ങി പലരും ഡിഫെൻസീവ് ആയിരിക്കും ചിലപ്പോൾ നിർബന്ധിച്ചിട്ട് വന്നതായിരിക്കും അപ്പൊ അത് എനിക്ക് അങ്ങനെ ഇറ്റ്സ് എ ന്യൂ എക്സ്പീരിയൻസ് ഐ ജെന്യുവൻലി വെൽക്കം ഇറ്റ് നമുക്കും ഇതാണ് ആൾക്കാരെ പഠിക്കാനും പുതിയൊരു കഥ ഉണ്ടാകുമ്പം അത് ഭയങ്കര ഇഷ്ടമാണത് അതൊരു എൻഗ്രേവ് ചെയ്ത് കിടക്കും അപ്പം ഞാൻ അങ്ങനെ ഒരു ചാലഞ്ച് തന്നെയായിരുന്നു പക്ഷേ ഐ റിയലി ലവ്ഡ് ഇറ്റ് പിന്നെ എത്ര പറഞ്ഞാലും ഓഡിയൻസിന്റെ ഭാഗത്താണ് ഇത് ഹാഫ് ഓഫ് ദ ഷോ മനസ്സിലായിട്ടുണ്ടാവും കാരണം നമുക്ക് ഇതിന്റെ പാർട്ട് ആവാൻ വേണ്ടി ആഗ്രഹമായിരുന്നു എല്ലാവരും അതിനുവേണ്ടി ഒരു സമയം കഴിഞ്ഞാൽ അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ശരിക്കും thoroughly എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ ഒരു നെർവസ്നെസ് ആയിരുന്നു പക്ഷെ പിന്നീട് ഓരോ കാണുമ്പോഴും ഓക്കെ നെക്സ്റ്റ് വൺ ഞാൻ മേ ബി എന്നുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു ഇതിൽ പിന്നെ വെച്ചാൽ നമ്മൾ വെക്കുന്ന ഒരു ചാലഞ്ച് പറഞ്ഞാൽ ഇപ്പം ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ ഐ ഹാവ് ടു കാൽക്കുലേറ്റ് ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞ് എന്താവുന്നുള്ളത് അപ്പം അതുകൊണ്ട് മനസ്സിലായി ഇവിടെ ഉണ്ടാവണം അവിടെ ഉണ്ടാവണം എന്ന് പറയുന്ന പോലെയാണ് അതേസമയം ഓഡിയൻസിനെ ഒബ്സർവ് ചെയ്തിട്ട് സ്ക്രിപ്റ്റ് ഇല്ലല്ലോ അപ്പം അത് ഒരു പോയിന്റ് വന്നാൽ ഇമ്മീഡിയറ്റ്ലി ഒരു തക്കോലെ ഒരു കൗണ്ടർ വന്നിട്ടേ വരും 10 സെക്കൻഡ് ഇപ്പോൾ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ഓഡിയൻസിന് ദേ നോ ഹൗ ടു മേക്ക് ദെയർ ഓൺ എന്റർടൈൻമെന്റ് അവർ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കും അപ്പം അതൊന്നും ഇല്ലാതെ പിന്നെ എനിക്ക് ആദ്യത്തെ ഒരു 12 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും ഐ വാസ് വെരി ഷുവർ ദിസ് ഇസ് ഗോയിങ് ടു ബി ഹിറ്റ് നിങ്ങൾ പറയണ്ട പിന്നെ ഒരു നോക്കൂ 3.5 സ്റ്റാൻഡിംഗ് വേഷം കിട്ടിയ ഒരു ഷോയില് ഒറ്റ ഷോയില് അപ്പൊ അതൊക്കെ ശരിക്കും ഫീൽ ചെയ്തിട്ടാണ് നമ്മൾ എണീക്കുന്നത് പോലും നമ്മൾ പ്രിപ്പയർ ചെയ്തല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞില്ല പക്ഷെ നമ്മൾ ആ മൊമെന്റ് എഡ്ജ് ഓഫ് ദ സീറ്റ് എനിക്ക് അങ്ങനെയാണ് എനിക്ക് ലാസ്റ്റ് സീറ്റിൽ ഇങ്ങനെ ഇരുന്ന് ചാരി കിടന്ന് കണ്ടിട്ട് ഓരോ മൊമെന്റ് കഴിയുന്നോറും എഡ്ജിൽ വന്ന് ഇരിക്കുകയാണ് പിന്നെ എണീറ്റ് പോകും ടുവേർഡ്സ് ഞാൻ ഭയങ്കരമായിട്ട് ബ്ലഷ് ചെയ്യായിരുന്നു ഞാൻ അവരോട് അയ്യോ
മതി നമ്മളങ്ങനെ നിർത്തല്ലേ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമ കാണുമ്പോൾ നമ്മൾ തീരില്ലേന്ന് ആഗ്രഹിക്കുന്ന പോലെയായിരുന്നു. ഈ ടൂറിൽ ഓണസ്റ്റ് ജെന്യുവൻലി പറയും, ഈ ടൂറിൽ ഏറ്റവും പിന്നെ ചാലഞ്ചായിട്ട് തോന്നിയതും നമ്മൾ കൺസിഡർ ചെയ്തിരുന്നതും ഡെൻമാർക്ക് തന്നെയാണ്. അതെന്റെ ഈഗോനെ ശരിക്കും ഷെയ്ക്കിനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ ഒരു വാശിയുണ്ട്. ബിന്ദു അവരൊക്കെ എന്നോട് പറഞ്ഞു, സുരേഷിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇത് ദിസ് ഷുഡ് ബി നമ്മുടെ ദിസ് ഇസ് എ സ്റ്റോറി അല്ലേ, നമ്മൾ എത്ര വർഷം അല്ലേ ഇതാണ് ചെയ്യുന്നത്, വി ട്രാവൽ അറൗണ്ട് ദ വേൾഡ്, മീറ്റ് പീപ്പിൾ. സോ അതിൽ മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മൊമെന്റ് ആയിരിക്കണം ഇന്നത്തെ ഷോ എന്നുള്ളൊരു നിർബന്ധം അവർ പറഞ്ഞിരുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ് റൈറ്റ്, ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്തു. ഇനി സോ മെനി ഹൈറ്റ്സ് ടു ഗോ. ഡെഫിനറ്റ്ലി ഡെൻമാർക്കിലാണെങ്കിലും യൂറോപ്പിൽ എല്ലാവിടെയാണെങ്കിലും ഡെഫിനറ്റ്ലി ഇവിടെ വന്നവരുടെ കാരണം അവരുടെ ഹാർട്ടിനെ ചെറുതായിട്ടൊന്ന് ക്യാപ്ചർ വൺ ടൈം എക്സ്പീരിയൻസ് ചെയ്തൊരു പിന്നെ ഒരിക്കലും മറക്കില്ല. പക്ഷേ എക്സ്പീരിയൻസ് ചെയ്യാത്തതിനെ പറ്റി അറിയാത്തവരുടെ ഇടയിലോട്ട് നമുക്ക് മാക്സിമം എങ്ങനെ എത്തിക്കാന്നുള്ളതാണ് നിങ്ങളതാണ് ഞങ്ങളും ശരിക്കും മെന്റലിസം എന്നുള്ള പ്രോഗ്രാം എങ്ങനെ ആൾക്കാർ ശരിക്കും ഇൻട്രസ്റ്റഡ് ആയിട്ട് വരേണ്ടത് കൂടുതൽ എന്ന് എങ്ങനെയെങ്കിലും അറ്റ്ലീസ്റ്റ് ലൈക്ക് ഒന്നുമില്ല. ഞാൻ പറയുന്നത് പിന്നെ അവരുടെ ചാലഞ്ച് ഓർഗനൈസറിന് നമുക്ക് സങ്കടം ഉണ്ടായാൽ നമ്മൾ ബ്രാൻഡിങ് ഒന്നും ചെയ്യാത്തതിന്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ വേർഡ് ഓഫ് മൗത്ത് അല്ലാതെ ഈ ഷോന് ഇത്ര വർഷമായിട്ടും നമ്മൾ ചെയ്ത ഒരു ഷോയിലൊന്നുമില്ല. അപ്പോൾ വേർഡ് ഓഫ് മൗത്ത് തന്നെയാണ്. ഇപ്പം പുറത്തുനിന്ന് ഇപ്പം നിങ്ങൾക്ക് ഒരു 10-60ഓളം റീലെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഉണ്ടാവും. പക്ഷെ മേ ബി നിങ്ങൾ സ്ട്രേഞ്ചേഴ്സ് ആണ്. പക്ഷെ ഇതിപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കഥ പറയുമ്പോൾ അങ്ങനെ ഇത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. സ്റ്റിൽ എ ന്യൂ സബ്ജക്ട് ഫോർ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ. ഇന്ന് വന്ന എനിക്ക് തോന്നുന്നു 80% പേർക്ക് നമ്മൾ അറിയേജ് ഉണ്ട് അവിടെ. പക്ഷേ അഗൈൻ നെക്സ്റ്റ് ടൈം അങ്ങനെയല്ല. ഇനിയിപ്പോൾ എനിക്ക് ഡെൻമാർക്ക് വരുമ്പോൾ എത്ര ഫ്രണ്ട്സ് ഉണ്ട് നിങ്ങളൊക്കെ. സോ കൈൻഡ് ഓഫ് യു, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒരു ദിവസം എലാബറേറ്റഡ് ആയിട്ടുള്ള ഒരു ഇന്റർവ്യൂ ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു. താങ്ക്സ് ഫോർ ഓൾ ദ ലവ് ആൻഡ് സപ്പോർട്ട്. ഹലോ ഗൈസ്. അപ്പോൾ അതായത് നമ്മൾ ഇൻസോമിനിയ കണ്ടിട്ട് വരികയാണ്. ഇൻസോമിനിയമായി മെന്റലിസ്റ്റ് ആദി. യെസ്. അയ്യോ, പ്രതീക്ഷിച്ച് പോയ പോലെ ആയിരുന്നില്ല ഞങ്ങളുടെ ആ ഇൻട്രോ വീഡിയോ കണ്ട. ഞാൻ വെറുതെ ഒരു ഫോമിൽ പോകണം, തുള്ളിച്ചാടി ഒന്നും ഒരു ജസ്റ്റ് ഇവന്റിന് പോകുന്ന പോലെ കുറച്ച് മലയാളീസിനെയൊക്കെ കാണാം, ഒരു ഇവന്റ് കാണാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ പോയത്. പക്ഷെ കഴിഞ്ഞപ്പം മോനെ വേറെ ലെവല്, നമ്മൾ പ്രതീക്ഷിച്ചതിലും അപ്പുറം നമുക്ക് തന്നു. നമ്മൾ പൂ ചോദിച്ചപ്പോൾ നമുക്കൊരു പൂക്കാലം തന്നു മെന്റലിസ്റ്റ് ആദ്യം. അപ്പോൾ നമ്മുടെ തൊട്ടുമുണ്ടാവും നമ്മൾ പുള്ളിയോട് ജസ്റ്റ് ഒന്ന് സംസാരിച്ചു പ്രോഗ്രാം കഴിഞ്ഞിട്ട്. അപ്പോൾ അത് അടിപൊളിയായിരുന്നു. സച്ച് എ സ്വീറ്റ് പേഴ്സൺ, നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മൾ പേഴ്സണലി കുറച്ച് ടൈം ഒരുമിച്ചുണ്ടായിരുന്നു. നമ്മൾ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ ഒരുമിച്ച് ഫുഡ് കഴിച്ചു, നമ്മൾ ഡിന്നർ ഒരുമിച്ചുണ്ടായിരുന്നു, നമ്മൾ കുറച്ച് പേര് കൂടിയിട്ട്. അതുപോലെ നമ്മളിപ്പോൾ സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയി വിടാനും പുള്ളി നമ്മുടെ കൂടെ കാറിലുണ്ടായിരുന്നു. നമ്മളെ കൊണ്ടുപോയി വിട്ട് ടാറ്റയൊക്കെ പറഞ്ഞ് പുറത്തിറങ്ങി കയറ്റി വിട്ടിട്ടൊക്കെയാണ് പോയത്. ഭയങ്കര സ്നേഹം. പുള്ളി നമ്മുടെ എറണാകുളത്താണ് തന്നെയാണ്, ഇടപ്പള്ളിയിലാണ് ഉള്ളത്. പക്ഷെ ഒരു വൺ ടൈം എക്സ്പീരിയൻസ് നിങ്ങൾ എല്ലാവരും ചെയ്യണം. പുള്ളിയുടെ പ്രോഗ്രാം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോയി കാണണം ഡെഫിനറ്റ്ലി. നമുക്ക് ഒത്തിരി പേരുടെ ഇടയിലോട്ട് എത്തിയിട്ടില്ല എന്നാണ് തോന്നുന്നത്. പക്ഷേ അപ്പോൾ ഇതുമൂലം കുറച്ച് പേരെങ്കിലും അറിയുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാണെങ്കിൽ നെവർ മിസ് ദിസ് ഓപ്പർച്യൂണിറ്റി ഇതേ പറയത്തുള്ളൂ. സോ എനിക്ക് പുള്ളിനോട് എന്തൊക്കെയോ ചോദിക്കണം എന്നുണ്ടായിരുന്നു, പക്ഷെ നെർവസ്നെസ്സിലൊന്നും വന്നില്ല ചോദിക്കാൻ. ഞാനൊരു 5 minutes പുള്ളിയോട് ചോദിച്ച്, നമ്മൾ നേരത്തെ ഇട്ട വീഡിയോ നിങ്ങൾ കണ്ടില്ല, അതങ്ങനെ എടുത്തതാണ്. പക്ഷേ അറിയില്ല, ഔട്ട് ഓഫ് നെർവസ്നെസ് അങ്ങനെയൊക്കെ ആയിപ്പോയി. പക്ഷേ വി റിയലി വിഷ് ഹിം ഓൾ ദ വെരി ബെസ്റ്റ്, ഓൾ ദ വെരി ലക്ക്. ബിക്കോസ് അങ്ങനെ ഒരു ടാലൻ്റ് ആയി ഞങ്ങൾക്ക് എങ്ങനെ ആലോചിച്ചാലും ഇപ്പോൾ നമുക്ക് ഒരു ട്രിക്കൊക്കെ കണ്ട ഇതിങ്ങനെ ചെയ്യുന്നതെന്ന് തോന്നുള്ളൂ. ഇത് അൺപ്രെഡിക്റ്റബിൾ ആണ് പുള്ളി ചെയ്യുന്നതെല്ലാം. സോ എല്ലാവരും ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയാൽ നെവർ മിസ് ദിസ്. ഞങ്ങൾക്ക് അത് അടിപൊളിയായിരുന്നു. സോ വർത്ത് ഇറ്റ്, വെരി വെരി വർത്ത് ഇറ്റ്. അപ്പോൾ ഓക്കെ ഗൈസ്, അപ്പോൾ അങ്ങനത്തെ ഒരു വണ്ടർഫുൾ എക്സ്പീരിയൻസ് കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളത് ഏകദേശം നല്ല തണുപ്പത്തെ ട്രെയിൻ നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ട്രെയിനൊക്കെ കയറി നേരെ വീട്ടിലോട്ട്. ഓക്കെ, ബൈ ബൈ. ഇത്രയും എഫേർട്ട് ഇട്ട് ഇങ്ങനൊരു പരിപാടി നടത്തി MIDക്ക് ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും.